عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ أخذنا ميثاق بني إسرائيل لا تعبدون إلا الله وبالوالدين إحسانا وذي القربى واليتامى والمساكين وقولوا للناس حسنا وأقيموا الصلاة وآتوا الزكاة ثم توليتم إلا قليلا منكم وأنتم معرضون. ഈ സൂറ ബഖറയിലെ 83-ാമത്തെ ആയത്ത്, അതിൻ്റെ വേർഡ് ബൈ വേർഡ് മീനിങ് ആണ് ആദ്യം നോക്കുന്നത്. വഇദ് അഖദ്ന മീസാഖ. മീസാഖ് എന്ന് പറഞ്ഞാൽ ഉറപ്പ് വാങ്ങിയ സന്ദർഭം. ബനി ഇസ്രായേലിനോട് ലാ തഅബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈൻ, അല്ലാഹു അല്ലാത്ത മറ്റാരോടും നിങ്ങൾ വഴിപ്പെടരുത്, ഇബാദത്ത് ചെയ്യരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട്, വാലിദൈൻ ഉമ്മയോടും ഉപ്പയോടും, ഇഹ്സാന നല്ല രീതിയിൽ പെരുമാറണം, നല്ല രീതിയിൽ വർത്തിക്കണം. വദിൽ ഖുർബ വൽ യതാമ വൽ മസാകിൻ, മിസ്കീനോടും യതീമിനോടും അഗതിയോടും അനാഥനോടും, വദിൽ ഖുർബ അടുത്തുള്ള ആളുകളോടുമൊക്കെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇഹ്സാൻ ഉള്ളവരായിരിക്കണം. വഖൂലു, നിങ്ങൾ പറയണം, ലിന്നാസി ഹസ്ന, ആളുകളോട് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ, നല്ല മാനർ കീപ്പ് ചെയ്യണം, നല്ല രീതിയിൽ സംസാരിക്കണം. വഅഖീമു സ്വലാത്ത, എന്നിട്ട് നിങ്ങൾ നിസ്കരിക്കുകയും, വആതു സകാത്ത, സകാത്ത് കൊടുക്കുകയും, സുമ്മ തവല്ലൈതും ചെയ്യണമെന്ന് അവരോട് കൽപ്പിച്ചു. അവരോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് അവരോട് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരോടും, എല്ലാ ജനവിഭാഗങ്ങളോടും, എല്ലാ പ്രവാചകന്മാരുടെ അംബിയ മുർസലുകളുടെ അനുയായികളോടും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവരോടും പറഞ്ഞിട്ടുള്ളത്. ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ഒക്കെ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് നിസ്കാരം ഉണ്ടായിരുന്നു, സ്വലാത്ത് പറഞ്ഞല്ലോ അവിടെ. എന്നിട്ട് ഇല്ല ഖലീലം മിൻകും വഅൻതും മുഅ്രിദൂൻ, എന്നാൽ അതിൽ കുറച്ച് ആൾക്കാർ ഒഴികെ ബാക്കി എല്ലാവരും ഈ കാര്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു. ഇനി ഒന്നിച്ച് വായിക്കുകയാണെങ്കിൽ, ഓർക്കുക, ഇസ്രായേൽ മക്കളിൽ നിന്ന് ഞാൻ ഉറപ്പ് വാങ്ങിയാര്, അള്ളാഹു ഉറപ്പ് വാങ്ങി, അള്ളാഹുവിനല്ലാതെ നിങ്ങൾ വഴിപ്പെടരുതെന്നും, മാതാപിതാക്കളോടും അടുത്ത ബന്ധുക്കളോടും അനാഥകളോടും അഗതികളോടും നല്ല നിലയിൽ പെരുമാറണമെന്നും, ജനങ്ങളോട് നല്ലത് പറയണം, നമസ്കാരം നിഷ്ഠയോടെ നിർവഹിക്കണം, സകാത്ത് നൽകണം. പക്ഷേ പിന്നീട് നിങ്ങളെല്ലാം ഇതൊക്കെ അവഗണിച്ച് പിന്തിരിഞ്ഞു കളഞ്ഞു, കുറച്ചാളുകൾ ഒഴികെ. അപ്പോൾ ഇത് ആരോടാ പറയുന്നത്? ഇസ്രായേൽ മക്കളോട്. ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട് താഴോട്ട് വന്ന ഇസ്ഹാഖ് നബിയുടെ സന്താന പരമ്പരയിൽ എല്ലാവരോടും, എല്ലാ പ്രവാചകന്മാരോടും തന്നെ പറഞ്ഞത്. എന്നാൽ ഇസ്രായേലിനോട് പ്രത്യേകിച്ച് ഈ വിഷയം പറഞ്ഞിരുന്നു അവരുടെ വേദഗ്രന്ഥങ്ങളിൽ. ഈസാ അലൈഹിസ്സലാമിൻ്റെ ഇഞ്ചീലിലും മൂസ അലൈഹിസ്സലാമിൻ്റെ തൗറാത്തിലും എല്ലാം പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ. അല്ലാഹുവോട് വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമസൃഷ്ടികളായ ഭൂമിയിലുള്ള യതീമിനെയും അഗതിയെയും, മിസ്കീൻ അഗതി എന്നുള്ളത് ഇവിടെ അത് ശ്രദ്ധേയമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നമ്മൾ കാലികമായിട്ട് വായിക്കുമ്പോഴും ഇപ്പോഴും വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്ന ഇതൊക്കെ തന്നെയാണ്. നിസ്കരിക്കാനും നോമ്പ് നോൽക്കാനും പറയുന്നതിൻ്റെ മുമ്പ് ആവശ്യപ്പെടുന്ന കാര്യം മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണമേ എന്ന വലിയ കാര്യമാണ്. 2-3 രീതിയിലുള്ള മനുഷ്യന്മാരാണ് ഈ കാലഘട്ടത്തിലുള്ളത്. ഒന്ന്, തീരെ നോക്കാത്ത, മാതാപിതാക്കൾ നോക്കാത്ത മനുഷ്യന്മാർ നമ്മൾ കാണുന്നതാണ്. അല്ലെങ്കിൽ ഇത്രയും വൃദ്ധസദനങ്ങൾ ഇവിടെ ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ അത് ഒന്ന് അങ്ങനെയുള്ളവർ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവർ നോക്കുന്നുണ്ട് എന്നാൽ നോക്കുന്നില്ല. അങ്ങനെ വീട്ടിലുണ്ടാവും, പക്ഷേ വേണ്ട രീതിയിൽ പെരുമാറാനോ സംസാരം കൊണ്ടും
വല്ലാതെ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ളൊരു നോട്ടമാണ്. അപ്പോൾ അതിനല്ല ഇവിടെ പറയുന്നത്. ഇവിടെ നോക്കാൻ പറഞ്ഞത് അവർക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അപ്പോൾ നമ്മളെ ചെറുപ്പത്തിൽ എത്രത്തോളം ഏതൊരു ഉമ്മ ആവട്ടെ ഉപ്പാവട്ടെ തൻ്റെ മക്കളെ എത്രത്തോളം കെയർ ചെയ്തിട്ട് വളർത്തുന്ന അതേ കെയർ തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപൂർവം മനുഷ്യന്മാർക്ക് ഈ ദുനിയാവിൽ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. മാതാവിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ അവർ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ്. നമ്മളൊരു വിശ്വാസിയാകാൻ തീരുമാനിച്ചാൽ ആദ്യം പോയി നിസ്കരിക്കല്ല. നിസ്കാരമൊക്കെ അതിൻ്റെ ശേഷം വരേണ്ട കാര്യങ്ങളാണ്. ആദ്യം വേണ്ടത് ഈ ബന്ധങ്ങളൊക്കെ ശരിയാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെയും തീർന്നിട്ടില്ല, പിന്നെ സാമൂഹ്യ ബന്ധങ്ങൾ, അയൽവാസികളോട്, നാട്ടുകാരോട്, യഥാമ വൽ മസാക്കീൻ, അഗതികളെ സഹായിക്കുക, യത്തീമിനെ, ഇവരൊക്കെ. അപ്പം നിരാലംബരായ ആളുകൾക്ക്, അരികുവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക് ആശ്വാസമായി മാറുക എന്ന ഒരു പ്രവർത്തനമാണ് ആദ്യമായിട്ടൊരു, അത് ഇസ്രായേലിനോട് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ചെയ്യേണ്ടത് അങ്ങനെ തന്നെയാണ്. എന്നിട്ട് നിസ്കാരം നിലനിർത്താനും സക്കാത്ത് കൊടുക്കാനാണ് പറഞ്ഞത്. എന്നാൽ ഇവർ ഈ നിസ്കാരമൊക്കെ ഉണ്ടാവും, സക്കാത്ത് കൊടുക്കണമുള്ള അല്ലായാലും, പക്ഷേ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ മാറി നിന്നു. ഇവർ സാമൂഹ്യപരമായ ഉത്തരവാദിത്തങ്ങൾ, മനുഷ്യത്വപരമായിട്ടുള്ള, അവർക്ക് മനുഷ്യത്വമില്ലല്ലോ, ഇപ്പോൾ നമ്മൾ കാണുന്നതല്ലേ ഇസ്രായേൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത്രക്കും ദീനീയായ കാര്യങ്ങളെ സാമൂഹ്യ ബന്ധങ്ങളും സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അള്ളാഹു ആയത്തിറക്കി. പക്ഷേ അവരെന്താ ചെയ്തത്? അവരിതൊക്കെ മറന്നു കളഞ്ഞു, അവർ പിന്തിരിഞ്ഞോളും. ഈ കാര്യത്തിലൊന്നും അവരുടെ ഫോക്കസൊക്കെ ദുനിയാവായിട്ട് മാറുകയാണ് ഉണ്ടായത്. അതാണ് സംഭവിച്ചു കഴിഞ്ഞത്. ഇനി അടുത്ത ആയത്തിലേക്ക് നോക്കാം. വഇദ് അഖദ്നാ മീസാഖ, പിന്നെ ഈ മീസാഖിനെ പറ്റി തന്നെ പറയുന്നത് കേട്ടോ. അവരുമായിട്ടുള്ള കരാറിനെ പറ്റിയും ഉടമ്പടിയെ പറ്റിയൊക്കെയാണ്. വഅഖദ്നാ മീസാഖക്കും ലാ തസ്ഫികൂന ദിമാഅക്കും വലാ തുഖ്രിജൂന أنفسكم من دياركم ثم أقررتم وأنتم تشهدون. നമുക്കതിൻ്റെ അർത്ഥത്തിലേക്ക് നോക്കാം. വഇദ് അഖദ്നാ മീസാഖക്കും, പിന്നെയും ഉറപ്പ് വാങ്ങി എന്ന് വെച്ചാൽ ഇതൊക്കെ അള്ളാഹുമായിട്ടുള്ള ഒരു കരാർ ഇവർ തമ്മിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ലാ തസ്ഫികൂന ദിമാഅക്കും, ഇപ്പോഴും ചെയ്യുന്ന പണിയല്ലേ, നിങ്ങൾ ചോര ചിന്തുകയില്ലെന്നും. നിങ്ങളെ ചോര മാത്രമല്ല, നിങ്ങൾ പരസ്പരം ഗോത്രങ്ങളായിട്ട് അടിപിടി കൂടുന്നു. ഇതിനെ ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് പിന്നെ അങ്ങോട്ടുള്ള ഔസ്, ഖദർജ് ഗോത്രങ്ങൾ ഗോത്ര സമൂഹങ്ങളായിട്ടാണല്ലോ. അറബ് ലോകവും ആ പരിസര പ്രദേശങ്ങളൊക്കെ അധികവും ഗോത്രങ്ങളും കുലങ്ങളുമാണ്. അവർ തമ്മിൽ പരസ്പരമുള്ള തമ്മിലടി, അല്ലെങ്കിൽ പുറത്തുള്ള ഗോത്രങ്ങളുമായിട്ട് മറ്റുള്ള പലരെയും കൂട്ടുപിടിച്ചിട്ടുള്ള അടിപിടികൾ, ഇതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. വലാ തുഖ്രിജൂന അൻഫുസക്കും, എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ആളുകളെ, ചില ആളുകൾ അവർ പുറത്താക്കുക, അക്രമം കാണിക്കുക. മിൻ ദിയാരിക്കും, അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുക. സുമ്മ അഖറർതും വഅൻതും തഷ്ഹദൂൻ, അവരെന്നെ അതിന് സാക്ഷികളാണ്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ തന്നെ കൂട്ടത്തിൽപ്പെട്ട ആളുകളെ പോലും അവരെന്ത് ചെയ്യുന്നു? പുറത്താക്കുന്നു. പരസ്പരം ചോര ചിന്തില്ലെന്നും വീടുകളിൽ നിന്ന് പുറന്തള്ളുകയില്ലെന്നും നാം നിങ്ങളിൽ നിന്ന് ഉറപ്പു വാങ്ങിയത് ഓർക്കുക. നിങ്ങളത് സ്ഥിരീകരിച്ചു, നിങ്ങളതിന് സാക്ഷിയാണ്. അപ്പോൾ ഇസ്രായേൽ സമൂഹം അന്നൊന്നും ചെയ്തുകൊണ്ടിരിക്കണ ഒന്നല്ലേ, ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ അവരതൊന്നും ഒരു ലേശം പിന്മാറിയില്ലല്ലോ എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. ثم أنتم هؤلاء تقتلون أنفسكم وتخرجون فريقا منكم من ديارهم تظاهرون عليهم بالإثم والعدوان وإن يأتوكم أسارى تفادوهم وهو محرم عليكم إخراجهم أفتؤمنون ببعض الكتاب وتكفرون ببعض قل فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا ويوم القيامة يردون إلى أشد العذاب وما الله بغافل عما تعملون. കുറച്ച് വലിപ്പമുള്ള ആയത്താണ്. ദീർഘമായിട്ടുള്ളൊരു വേർഡ് ബൈ വേർഡ് മീനിങ് പറയുമ്പോൾ നമുക്ക് ചില
ആളുകളുടെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ വേർഡ് ബൈ വേർഡ് പറയണമെന്ന നിർദ്ദേശം ഇങ്ങനെ കമൻസിൽ വന്നു. അതുകൊണ്ട് പിന്നെ വേർഡ് ബൈ വേർഡ് അതൊരു നമ്മുടെ ഒരു ഫ്ലോ നഷ്ടപ്പെടുന്നുള്ള, നമ്മുടെ സംസാരത്തിലൊരു ഫ്ലോ നഷ്ടപ്പെടുന്നാലും അവരും കൂടെ തൃപ്തിപ്പെടട്ടെ എന്ന രീതിയിലാണ് ഇങ്ങനെ പറയുന്നത്. ثم أنتم هؤلاء تقتلون أنفسكم. അപ്പോൾ ഈ തഖ്തുലൂന അൻഫുസകും, നിങ്ങൾ കൊല്ലുന്നു, ഹൗലായി നിങ്ങൾ കൂട്ടർ കൊല്ലുക, നിങ്ങളെ തന്നെ കൊല്ലുക, സ്വന്തക്കാരെ തന്നെ കൊല്ലുക. വതുഖ്രിജൂന ഫരീഖം മിൻകും മിൻ ദിയാരിഹിം വതദാഹറൂന അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാൻ. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു, സ്വന്തക്കാരെ കൊല്ലുക എന്നുള്ള കാര്യമാണ് എൻ്റെ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു. ഇനി ഇവിടെ പറയുന്നത് നമ്മളൊന്ന് നോക്കാം. മിൻ ദിയാരിഹിം തദാഹറൂന അലൈഹിം ബിൽ ഇസ്മി വൽ ഉദ്വാൻ, ഏറ്റവും കുറ്റകരമായ രീതിയിൽ അവർക്കെതിരെ സഹായിക്കുന്നു. അതായത് ചില ഗോത്രങ്ങൾ മറ്റു ഗോത്രങ്ങളുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ അവരെ തകർക്കാൻ ഞങ്ങളും നിങ്ങളെ സഹായിക്കാം എന്ന രീതിയിൽ പരസ്പരം ഈ ചോര കൊണ്ടുള്ള ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെയൊക്കെ പറയേണ്ടത്, വാളുകൊണ്ടുള്ള ചരിത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകൾ വളരെ കുറ്റകരമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് മോചിപ്പിച്ച് അവിടെ ഇസ്ലാം എന്ന സമാധാനമുള്ള ഒരു രാജ്യവും ലോകവും കെട്ടിപ്പടുക്കുക എന്നുള്ളൊരു വലിയ ശ്രമം, അത് 23 കൊല്ലം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സാധ്യമായി എന്നുള്ളത് മാഷാ അല്ലാഹ് ഇത് വലിയ വിജയം തന്നെയാണ്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു വിപ്ലവം വേറെ എവിടെ നടന്നിട്ടുണ്ട്? മുസാറ, അവിടെ യുദ്ധത്തടവുകാരെങ്കിലും വന്നാലോ തുഫാദൂഹും വഹുവ മുഹറമുൻ അലൈഹിം ഇഖ്റാജുഹും, അപ്പോൾ അവരെ മോചനദ്രവ്യം വാങ്ങിയിട്ടേ ഇവർ വിടുള്ളൂ. തുഅ്മിനൂന, അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയാണോ ബിബഅദിൽ കിതാബ്, ചില കാര്യങ്ങൾ വേദത്ത് പുസ്തകത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുക, വതക്ഫുറൂന ബിബഅദ്, എന്നാൽ ചില കാര്യങ്ങൾ ചില ഭാഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിഷേധിക്കുകയും ചെയ്യാം. യുദ്ധത്തടവുകാരിൽ നിന്ന് മോചനദ്രവ്യം വാങ്ങിയിട്ട് വിട്ടയക്കണം എന്നുള്ള ഒരു നിയമം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവർ ചെയ്യും, കാരണം പൈസ കിട്ടുന്ന കാര്യമാണല്ലോ. എന്നാലാവട്ടെ ഈ യുദ്ധം ചെയ്യരുത് എന്നും അക്രമകരമായ രീതിയിലുള്ള സമീപനങ്ങൾ, യുദ്ധ നിയമങ്ങളൊക്കെ പാലിക്കാൻ പറഞ്ഞാൽ അതൊന്നും അവർ ചെയ്യൂല. അതിപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. എന്ത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളും ഒന്നിച്ചെതിർത്താലും അവർ ഇസ്രായേലിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. അവരുടെ വേദപുസ്തകം മാത്രമല്ല, അവർക്ക് എന്താണ് അനുകൂലം അത് മാത്രം ചെയ്യുക. അതിൽ പിന്നെ നീതിയില്ല, ധർമ്മമില്ല, ഒന്നിനും ഒരു സ്ഥാനമില്ല. فما جزاء من يفعل ذلك منكم إلا خزي في الحياة الدنيا. അവർക്ക് പ്രതിഫലമായിട്ട് ചെയ്യുന്ന യഫ്അലു ദാലിക, പ്രവർത്തനത്തിൻ്റെ പ്രതിഫലമായിട്ട് അവർക്ക് കിട്ടുക ഇല്ല ഹിസിയുൻ, അവർക്ക് നിന്ദ്യതയല്ലാതെ കിട്ടുകയില്ല, ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിലെ ജീവിതം. വയൗമൽ ഖിയാമ, പരലോകത്ത് യുറദ്ദൂന ഇല അഷദ്ദിൽ അസാബ്, അവർ വലിയ ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടും. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാം അതിനെപ്പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. അതിൻ്റെ ഡയറക്റ്റ് മലയാളം എന്ന് പറഞ്ഞു. എന്നിട്ടും പിന്നെയും ഇതായി ജനങ്ങൾ സ്വന്തക്കാരെ കൊല്ലുന്നു, അവരാൾക്കാർ തന്നെ കൊല്ലുന്നു, അല്ലെങ്കിൽ അവരുടെ ഗോത്രവർഗ്ഗങ്ങൾ പരസ്പരം പോരടിക്കുന്നു, സ്വജനങ്ങളിലേക്കൊരു വിഭാഗത്തെ അവരുടെ വീടുകളിൽ നിന്ന് അട്ടിപ്പുറത്താക്കുന്നു, കുറ്റകരമായിട്ടും ശത്രുതാപരമായിട്ടും അവർക്കെതിരെ ഒത്തുചേർന്ന് പരസ്പരം തമ്മിൽ പോരടിക്കുന്നു. അവർ നിങ്ങളുടെ അടുത്ത് യുദ്ധത്തടവുകാരായെത്തിയാൽ നിങ്ങൾ അവരോട് മോചനദ്രവ്യം വാങ്ങുന്നു. അവർ തങ്ങളുടെ വീടുകളിൽ നിന്ന് പുറന്തള്ളുന്നത് തന്നെ നിങ്ങൾക്ക് നിഷിദ്ധമത്രേ. നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ ചില വശങ്ങൾ വിശ്വസിക്കുകയും ചില വശങ്ങൾ തള്ളിക്കളയുകയുമാണോ? ഇത് നമ്മളോടും കൂടിയാണ്. ഇപ്പോഴത്തെ കാലത്തും ചില കാര്യങ്ങളിലൊക്കെ ഇപ്പം ഈ ക്ലാസ്സുകൾ തന്നെ നമ്മളെടുക്കുന്ന അല്ലെ ഉസ്താദുമാരുടെ ക്ലാസ്സുകൾ തന്നെ ചെറിയ ചെറിയ വിഷയങ്ങൾ ഒക്കെ വിഷയങ്ങൾ തന്നെയാണ്. എന്നാൽ ചില വളരെ എന്താ പറയുക, ചില പരമപ്രധാനമായ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല. അപ്പം സക്കാത്ത് എത്ര കൊടുക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചർച്ചകൾ ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല. നിസ്കാരം ആർക്കും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. നിസ്കാരത്തിൻ്റെ ക്ലാസ്സുകളൊക്കെ ഒരുപാടുണ്ടാവും. അതുപോലെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളുടെ വിഷയത്തിലൊക്കെ നമ്മൾ പലപ്പോഴും ഇത്തരം കാര്യത്തിൽ നമ്മളും പിന്നോട്ടടിക്കാറുണ്ട്. എന്നാൽ അവ്വിധം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം ഐഹിക ജീവിതത്തിൽ നിന്ദ്യത മാത്രമായിരിക്കും. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പ് നാളെ അതിൽ ആഖിറത്തിൽ കൊടിയ ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടും. നിങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി അള്ളാഹു ഒട്ടും അശ്രദ്ധനല്ല. ഇത് ഇന്നത്തെ കാലത്തുള്ള നമ്മളോടും കൂടിയുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു അശ്രദ്ധനല്ല, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഇത് നമ്മളെ ഇസ്രായേലിന് മാത്രം നമ്മൾ വെക്കണ്ട. നമ്മൾ നമ്മുടെ ദീനിയായ കാര്യങ്ങൾ ഇതുമായിട്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക.
അതായത് നമുക്കിപ്പോൾ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ദീനിയായിട്ട് ചെയ്യും. നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ എന്താണ് നമ്മുടെയൊക്കെ വ്യക്തിപരമായ നിലപാട്. ഇപ്പോൾ പലിശ വാങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്ന ചില സന്ദർഭം, ഇനിയിപ്പോൾ അതല്ലാതെ വഴിയില്ലല്ലോ, ഇപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിക്കുന്നവർ, അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനെ പറ്റിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാമെന്നുള്ള ധാരണ ആണെങ്കിൽ അപ്പം അള്ളാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ അശ്രദ്ധനല്ല, അള്ളാഹു കൃത്യമായിട്ട് കാണുന്നുണ്ട് സഹോദര അല്ലെ സഹോദരി എന്ന് പറയാണ്. ഉലൈക അല്ലദീന ഇശ്തറവുൽ ഹയാത്തദ് ദുനിയ ബിൽ ആഖിറ ഫലാ യുഖഫഫു അൻഹുമുൽ അദാബു വലാ ഹും യുൻസറൂൻ. ആദ്യ അർത്ഥം പറയാം. പരലോകത്തിന് പകരം ഇഹലോക ജീവിതം വാങ്ങിയവരാണവർ, അതിനാൽ അവർക്ക് ശിക്ഷയിൽ യാതൊരു ഇളവും ഉണ്ടാവില്ല, അവർക്ക് ഒരുവിധ സഹായം കിട്ടില്ല. അപ്പോൾ പരലോക ജീവിതം കൊടുത്ത് ഇതൊരു കച്ചവടം പോലെ ഈ ദുനിയാവിലെ ജീവിതം അള്ളാഹ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുക, അള്ളാഹുവിന് സമർപ്പിക്കുക, പൂർണ്ണമായിട്ട് അള്ളാഹിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുക. അതിന് പകരം ഈ ദുനിയാവ് ഇങ്ങോട്ട് പിടിച്ച് നേടാൻ നോക്കുകയും പോകട്ടെ പരലോകം നമുക്ക് വേണ്ട, നമുക്ക് ഈ ദുനിയാവ് മതി എന്ന് പറഞ്ഞ് അങ്ങനെ അള്ളിപ്പിടിച്ച് ദേഹേച്ഛകൾക്ക് വഴങ്ങി ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നഷ്ടമാവുന്നത് ഈ ലോക ജീവിതം മാത്രമല്ല പരലോക ജീവിതം കൂടിയാണ്. അപ്പോൾ അത് അവർക്ക് കഠിനമായ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. ഉലായിക്ക അവർ അല്ലദീന ഇശ്തറവുൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിനെ അവരെന്ത് ചെയ്യാണ്? ഇശ്തറവ് വിൽക്കുകയാണ്, ഇശ്തറവ് വാങ്ങുകയാണ്, എന്നിട്ട് പരലോകം അങ്ങോട്ട് കൊടുക്കുകയാണ്, വിലാഖിറ പരലോകത്തിന്. ഫലാ യുഖഫഫു അൻഹുമുൽ അദാബ്, അവർക്ക് ശിക്ഷയാണ് കിട്ടുക. വലാഹും യുൻസറൂൻ, അവരെ സഹായിക്കാൻ യാതൊരു ആളുകളും ഉണ്ടാവില്ല എന്ന് പറയാം. വലഖദ് ആതൈനാ മൂസൽ കിതാബ വഖഫൈനാ, മൂസ നമ്മളിപ്പോൾ 87-ാമത്തെ ആയത്തിലെത്തിട്ടോ, ഒന്നൊന്ന് തുടങ്ങിയിട്ട് ബഖറ. മൂസാ നബിയുടെ കാര്യവും ഇസ്രായേലിൻ്റെ വിഷയം വിട്ടിട്ടില്ല. നമ്മൾ ആ ഫസ്റ്റത്തെ 1-2 പേജുകൾ, വൈദഖാല റബ്ബുക്കലിൽ മലായിക്കത്തി 6-ാമത്തെ പേജ് മുതൽ ഇങ്ങോട്ടൊക്കെ, പിന്നെ ഇങ്ങോട്ട് ഇതന്നെ വിഷയം. ഇത്രമേൽ ആയത്തുകൾ അള്ളാഹ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഉദ്ദേശമുണ്ട്. ഈ ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. വലഖദ് ആതൈനാ മൂസൽ കിതാബ വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുൽ وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم ففريقا تقتلون. ഇനി ആദ്യം മലയാളം പറയാം, അതാണ് കുറച്ചുകൂടി ഈസി എന്ന് തോന്നുന്നു. നിശ്ചയമായിട്ട് മൂസ അലൈഹി സ്വലാമിന് വേദം നൽകി, ഖുർആൻ നൽകി, അതായത് അവരുടെ തൗറാത്ത് നൽകി. ആ വേദം അദ്ദേഹത്തിന് ശേഷം നാം തുടരെ ദൂതന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ഈസാ അലൈഹി സ്വലാം ഉദാഹരണമായിട്ട് പറയുന്ന വ്യക്തമായ അടയാളങ്ങൾ നൽകി. മറിയമിൻ്റെ മകൻ ഈസ, ഇവിടെ മറിയമിൻ്റെ മകൻ ഈസ എന്നാണ് പറയുന്നത്, ഈസാ നബി എന്നല്ല, മറിയമിൻ്റെ മകൻ. മറ്റു പേരുകളിലൊക്കെ പറയുന്നതിന്, അതായത് മറിയം എന്നതിൻ്റെ മറിയമിൻ്റെ മകനാണ് എന്ന ഒരു പ്രസ്താവന, അതായത് ഈ ക്രൈസ്തവ ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മകൻ, അതിനൊന്ന് വ്യക്തത വരുത്താണ് ഈ മറിയമിൻ്റെ എന്ന വാക്ക്. മറിയമിൻ്റെ മകൻ ഐസബിന് മറിയം, ഐസാക്ക് നാം വ്യക്തമായ അടയാളങ്ങൾ നൽകി. പരിശുദ്ധാത്മാവിനാൽ അദ്ദേഹത്തെ പ്രബലനായി. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുഫസ്സിറുകൾ 2-3 അഭിപ്രായം പറയുന്നുണ്ട്. ഒന്ന് ജിബ്രീൽ അലൈഹിസ്സലാമാണ്, ജിബ്രീൽ അലൈഹിസ്സലാമിനാൽ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമായ ഒരു ആത്മാവ്, അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അള്ളാഹു പരിശുദ്ധപ്പെടുത്തുകയും, നമുക്കറിയാമല്ലോ സാധാരണ പ്രവാചകന്മാർ മുഅ്ജിസത്തുകൾ കാണിക്കാറുണ്ട്, അതുപോലെ ഒരുപാട് മുഅ്ജിസത്തുകൾ ജീവിതത്തിൽ കാണിച്ചിരുന്ന പ്രവാചകനായ ഈസാ നബി പ്രവാചകനാണ്, പുത്രനല്ല, ദൈവപുത്രനായിട്ടല്ല, അതല്ല സത്യം, പുത്രനാണ് എന്ന് ക്രൈസ്തവ ലോകം മാറ്റിയതാണ്. നിങ്ങളുടെ ഇച്ഛക്കിണങ്ങാത്ത കാര്യങ്ങളുമായി ദൈവം നിങ്ങൾക്കിടയിൽ വന്നപ്പോഴെല്ലാം നിങ്ങൾ ഗർവിഷ്ഠരായി, ധിക്കരിക്കുകയോ അവരിൽ നിന്ന് നിങ്ങൾ തള്ളിപ്പറഞ്ഞു, ചിലരെ കൊല്ലുകയോ ചെയ്തു. അതായത് പ്രവാചകന്മാരെ തുടരെയായിട്ട് ഇസ്രായേൽ സമൂഹത്തിൽ അയച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. ഇസ്രായേൽ സമൂഹത്തിൽ മാത്രമല്ല, മുമ്പ് കഴിഞ്ഞു പോയ ലോകത്തിൻ്റെ പല ഭാഗത്തും, ഇന്ത്യയിൽ വന്നിട്ടുണ്ടാവണം, കേരളത്തിൽ വന്നിട്ടുണ്ടാവാം, അന്ന് ഉറപ്പ് പറയാനും പറ്റില്ല, എന്നാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന വേദഗ്രന്ഥങ്ങളും പ്രവാചകന്മാർ അവരുടെ ഇഷ്ടം, ഇതിപ്പോൾ നമ്മുടെ വിഷയത്തിൽ ഇതൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മളിനിപ്പോൾ ഖുർആൻ വായിച്ചിട്ട് ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിലൊക്കെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ മേലെ മാതാപിതാക്കളോടുള്ള വിഷയം പറഞ്ഞല്ലോ, മാതാപിതാക്കളെ മര്യാദക്ക് നോക്കാതെ അത് തറവാട്ടിൽ ആരും നോക്കിക്കോളും, അല്ലെങ്കിൽ എനിക്കെൻ്റെ ബിസിനസ്സും തിരക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളുടേതായ ഉദറുകളും ഇളവുകളുമായിട്ട് ജീവിക്കുമ്പോഴും
ഒരു 10-25 കൊല്ലക്കാലം നമ്മളെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് ആലംബമാവാൻ വിസമ്മതിക്കുന്നത് എന്ത് കാരണമായാലും അത് ശരിക്കും അള്ളാഹിൻ്റെ ദീനിനെതിരാണ്. നമ്മൾ എവിടെ പോയി നിസ്കരിച്ചിട്ട് എത്ര സുജൂദ് ചെയ്തിട്ട് എന്ത് കാര്യം? നമ്മുടെ അമല് ബാത്തിലായി പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത്. അപ്പോൾ അവിടെ എന്താണ്? അവിടെ നമ്മൾ ഈ പണിയാണ് ഇസ്രായേലിൻ്റെ പണി. ഇസ്രായേലിസ്റ്റുകളായിട്ട് നമ്മൾ മാറുകയാണ്, ഞാനും നിങ്ങളും. എങ്ങനെ? നമ്മളെന്താ ചെയ്യണത്? ഇതന്നെയല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ബാധ്യതകളെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതൊക്കെ ചെയ്തിട്ട് മതി അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന നിസ്കാരമൊക്കെ. ഇതൊക്കെയാണ് പ്രധാനം മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ. അപ്പോൾ ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്. വലഖദ് ആതൈനാ മൂസൽ കിതാബ വഖഫൈനാ മിൻ ബഅദിഹി ബിർറുസുൽ അതിനു ശേഷമുള്ള ദൂതന്മാരെ പിന്തുടർന്നു. വഅതൈനാ ഈസ ഇബ്നു മറിയമ ബിൽ ബൈൻ, തുടർച്ചയായി പ്രവാചകന്മാരയച്ചു ഇദ്ദേഹത്തിന് ശേഷം, എന്ന് വെച്ചാൽ മൂസ അലൈഹി സ്വലാമിന് ശേഷം. വഅതൈന നൽകുകയും ചെയ്തു ഈസ ഇബ്നു മറിയം അൽ ബയ്യിനാത്ത്, വ്യക്തമായ അടയാളങ്ങൾ. വഅയ്യദ്നാഹു ബിറൂഹിൽ ഖുദുസ്. ഖുദുസ് എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ പരിശുദ്ധമായ ആത്മാവിനാൽ ശക്തിപ്പെടുത്തുകയും. അഫകുല്ലമാ ജാഅകും റസൂലും ബിമാ ലാ തഹ്വ അൻഫുസുകും, അവരുടെ ഹവ, തഹ്വ പറഞ്ഞ ഹവ അല്ലേ, ഹവക്ക് അവരുടെ മനസ്സിന് തോന്നാത്ത കാര്യങ്ങൾ വരുമ്പോഴൊക്കെ അവരെന്ത് ചെയ്യും? അവർ അംഗീകരിക്കൂല, അവർ കളവാക്കും. ഒന്നെങ്കിൽ കദ്ദബത്തും, അല്ലെങ്കിൽ അഹങ്കാരം, ഞാൻ തക്ബർത്ത് എന്ന് പറഞ്ഞ കെബിർ, ഞാൻ വലിയ ആളാന്നുള്ളൊരു അഹങ്കാര സ്വഭാവം അവർ കാണിക്കും. അപ്പോൾ ഫരീഖൻ തഖത്തുൽ, എന്നല്ലാവട്ടെ ചില പ്രവാചകന്മാരെന്ത് ചെയ്യും? അവർ വധിച്ച് കളയുക. ഈ വധിച്ച് കളയുന്നതിനും 2 മാനുണ്ട്. നേരിട്ട് ഡയറക്റ്റ് കൊല്ലുക എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവാചകത്വത്തെ നിരാകരിക്കുക എന്നുള്ളതിനും അതിന് പറയാവുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രവാചകന്മാരെ കൊന്ന ചരിത്രം തന്നെയാണ് അവർക്കുള്ളത്. എന്നിട്ട് അടുത്ത ആയത്തിലേക്ക്, വഖാലു ഖുലൂബുനാ ഗുൽഫ് ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം ഫഖലീലൻ മാ തുഅ്മിനൂൻ. ഒരായത്തും കൂടെ എടുക്കും. ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين. وقالوا قلوبنا غلف, അവർ പറഞ്ഞു ഞങ്ങളുടെ മനസ്സുകൾ, ഖുലൂബുനാ ഗുൽഫ്, ആവരണം ചെയ്യപ്പെട്ടതാണ്. ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, അവരുടെ സത്യനിഷേധം, കുഫ്രിയത്ത് കാരണം അവരെ ലഅനഹും, അവരെ ശപിച്ചിരിക്കുന്നു. ഫഖലീലൻ മാ തുഅ്മിനൂൻ, വളരെ കുറച്ച് ആളുകളെ വിശ്വസിക്കുന്നുള്ളൂ. നിങ്ങളുടെ മനസ്സുകൾ അടഞ്ഞു കിടക്കുകയാണ്. അല്ല, സത്യനിഷേധം കാരണം അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. അതിൽ അവരിൽ അല്പം ചിരിലേ വിശ്വസിക്കുകയുള്ളൂ. അതായത് ഈ കുഫ്രിയത്ത് മനസ്സിൽ കയറുക എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സടഞ്ഞു. ഒരാൾ നിഷേധാത്മക സ്വഭാവം, അത് ഈ ഞാൻ വലിയ ആളാന്നുള്ള ആ ഒരു ബോധത്തിൽ നിന്നാണ് അത് ഉണ്ടാവുക. അങ്ങനെ ഒരു ബോധത്തിലെത്തിയാൽ പിന്നെ ദീനിൻ്റെ കാര്യമൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അന്നത്തെ ഇസ്രായേൽ സമൂഹമായാലും ഇന്നത്തെ നമ്മുടെ മനുഷ്യന്മാരായാലും ഇവിടെ ഇപ്പോഴത്തെ കാലത്തുള്ള ആളുകളോട് ഈ ദീനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരത് ഉൾക്കൊള്ളൂല. അവരല്ലാഹു ശപിച്ച പോലെയാണ്. അല്ലെങ്കിൽ അവരുടെ മനസ്സ് മൂടിയിട്ടിട്ടുണ്ട്, അടച്ചു വെച്ചത്, അവിടെ കയറൂല, പറഞ്ഞിട്ട് കാര്യമില്ല. വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അവർക്ക് വേദഗ്രന്ഥം വന്നു. മുസദ്ദിഖുൻ, സത്യപ്പെടുത്തുന്ന പറഞ്ഞാൽ അവരുടെ ഇഞ്ചീലിനെയും സബൂറിനെയും തൗറാത്തിനെയും ഒക്കെ സത്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. വ്യത്യസ്തമായ ഒന്നും വന്നിട്ടില്ല. ഒക്കെ ഒരേ തൗഹീദ്, ഒരേ അള്ളാഹു, ഒരേ കാര്യങ്ങളാണ് വന്നത്. ലിമാ മഅഹും വകാനു മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറു, വകാനു അതിനു മുമ്പുള്ള കാര്യങ്ങളിൽ അവർ വിജയം ലഭിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ അലല്ലദീന കഫറു ഫലമ്മാ ജാഅഹും മാ അറഫു കഫറു ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ, തങ്ങളുടെ വശമുള്ള വേദത്തെ സത്യപ്പെടുത്തുന്ന ഗ്രന്ഥം ദൈവത്തിൽ നിന്ന്, അതായത് അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് വന്നെത്തി. അതായത് ഇസ്രായേൽ സമൂഹത്തിന് വരുന്ന വേദദർശനങ്ങൾ, അതായത് മൂസ അലൈഹി സ്വലാമിൻ്റെ തൗറാത്തിനെയും ഇഞ്ചീലിനെയും സത്യപ്പെടുത്തുന്ന വേദഗ്രന്ഥമാണ് വന്നത്. അത് ഇഞ്ചീൽ വന്നപ്പോൾ ഇതേ അവസ്ഥയാണ് ജൂതന്മാർക്ക്. നമ്മൾ ഖുർആൻ്റെ വിഷയം മാത്രമല്ല,
തൗറാത്തിന് ശേഷമാണല്ലോ ഇഞ്ചീൽ വരുന്നത്. മൂസാ നബിയുടെ ജീവിത കാലഘട്ടത്തിന് ശേഷമാണ് ഈസാ നബി വരുന്നത്. ഈസാ നബി വന്നപ്പോൾ ഈസാ നബിയെയും നിഷേധിച്ചു, ഇഞ്ചീലിനെയും നിഷേധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിഷേധിക്കുന്ന ഈ ഒരു സ്വഭാവം അവരിലുണ്ട്. അതിനു മുമ്പ് അത്തരം ഒന്നിൽ അവിശ്വാസികളെ പരാജയപ്പെടുത്താനായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് നന്നായ അതായത് ഈ തൗറാത്തൊക്കെ വന്ന സമയത്ത് ഇസ്രായേൽ സമൂഹം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരൊരിക്കലും പിന്നെ അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിക്കുന്നത്? ഇനി വരാനുള്ള വേദഗ്രന്ഥം അല്ലെങ്കിൽ വരാനുള്ള പ്രവാചകരിലൂടെ ഞങ്ങൾ ശക്തിപ്പെടുത്തണേ എന്ന് അവർക്കറിയാം. അവർ കാത്തിരിക്കുന്നതായിരുന്നു. എന്നാൽ അത് വന്ന സമയത്ത് അവർ വിശ്വസിക്കാതിരുന്നു എന്നുള്ളതാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പ് ഈ ജൂതവംശത്തെ അല്ലെങ്കിൽ ഈ ഒരു ബനി ഇസ്രായേലിനോടുള്ള വെറുപ്പ് അള്ളാഹുവിന് ഉണ്ടാവാനുള്ള ഒരു കാരണം വരുന്നത്. അവരതിനെ തള്ളി പറഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ദൈവശാപം ആ സത്യം നിഷേധിക്കുക. അപ്പോൾ മഗ്ദൂബി അലൈഹിം എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലേക്ക് അവരെത്താനുള്ള കാരണം അത് തന്നെയാണ്. بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين. بئس ما اشتروا, അവരുടെ കച്ചവടം, നേരത്തെ പറഞ്ഞ പോലെ പകരത്തിന് പകരം കൊടുക്കുന്ന കാര്യം, അർത്ഥം പറഞ്ഞുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചതിനെ തള്ളിക്കളഞ്ഞതിലൂടെ അവർ സ്വയം വിറ്റുവാങ്ങിയത് എത്ര ചീത്തയാണ്. അപ്പോൾ ലാഭകരമായൊരു കച്ചവടത്തെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. ദുനിയാവ് അള്ളാഹുവിനെ വിളിക്കുക എന്ന് വെച്ചാൽ ദുനിയാവിലെ വിഷയങ്ങളിലൊക്കെ അള്ളാഹിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുക, എന്നിട്ട് പരലോക ജീവിതത്തിൽ വിജയിക്കുക. അതിന് പകരം അവർ നേരെ ഓപ്പോസിറ്റ് അവർ ചെയ്യുക. അള്ളാഹു അവതരിപ്പിച്ചതിനെ തള്ളിക്കളഞ്ഞതിലൂടെ അവർ സ്വയം വിറ്റുവാങ്ങിയത് എത്ര ചീത്ത. അവർ അള്ളാഹിൻ്റെ ദൈവിക നിയമങ്ങളെ, നിർദ്ദേശങ്ങളെ വഴിപ്പെട്ട് ജീവിക്കേണ്ടതിന് പകരം അവർക്ക് അവരുടെ തോന്നിയ പോലെ അള്ളാഹിൻ്റെ ദൈവിക ദർശനങ്ങളെ, ദൈവിക ആശയങ്ങളെ, ദൈവിക വചനങ്ങളെ അവർ നിഷേധിക്കുന്നതിലൂടെ അവർ ചീത്തയായ കാര്യങ്ങളാണ്. അതിനവരെ പ്രേരിപ്പിച്ചതോ ദൈവം തൻ്റെ ഔദാര്യം ദാസന്മാരിൽ താൻ ഇഷ്ടപ്പെടുന്നവർക്ക് നൽകിയതിൽ അമർഷവും. മനസ്സിലായില്ലേ? ഇത്ര ക്ലിയറായിട്ടാണ് പറയുന്നത്. അതായത് ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ മക്കൾ ഈ പറഞ്ഞ ഹീബ്രു ഭാഷ സംസാരിക്കുന്ന ഒരു വേറെ വംശമാണ്. അതിൻ്റെ താവഴിയായിട്ട് വന്ന ഹാജറിലൂടെ വന്ന ഇസ്മായിൽ അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിലൂടെ വന്ന അറബ് ലോകത്തേക്ക് ഇത് വന്നത്, അല്ലെങ്കിൽ ഈസാ അലൈഹി സ്വലാമിലേക്ക് വന്നത്. അപ്പോൾ അവർക്ക് വർഗീയതയായിരുന്നു അവരുടെ വിഷയം. ഞങ്ങളുടെ ആൾക്കാർക്ക് നബിയായില്ല എന്നുള്ള വിദ്വേഷമാണ് യഥാർത്ഥത്തിൽ അവർക്ക് ഉണ്ടായ ഈ ഒരു വലിയ കാര്യം. അള്ളാഹിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ, വേദം ഖുർആൻ്റെ വിഷയത്തിലും ഇഞ്ചീലിൻ്റെ വിഷയത്തിലും അവരുടെ നിലപാട് സ്വീകരിക്കാനുള്ള കാരണം അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളായില്ല എന്ന ഒറ്റ കാരണത്താലാണ്. അതിനാൽ അവർ കൊടിയ ദൈവിക കോപത്തിന് ഇരയായി സത്യനിഷേധികൾക്കേറെ നിന്ദ്യമായ ശിക്ഷയാണുള്ളത്. അപ്പോൾ അവർ കാഫിറാകാനുള്ള കാരണം അതാണ്. وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل علينا ويكفرون بما وراءه وهو الحق مصدقا لما معهم قل فلم تقتلون أنبياء الله من قبل إن كنتم مؤمنين. അവിടെ വൈദ ഖീല ലഹും ആമിനു, അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ ബിമാ അൻസലല്ലാഹു ഖാലൂ ഞങ്ങളൊക്കെ വിശ്വാസികളാണ് എന്ന് അവർ പറയും. ഇത് ഇന്നത്തെ കാലത്തെ എല്ലാവരെയും വെച്ചിട്ട് ഇതിനെ കാലികമായിട്ടും കൂടി വായിക്കേണ്ടതുണ്ടോ. ഇസ്രായേലിൻ്റെ കാര്യം മാത്രമല്ല, ഇന്ന് നമ്മളൊക്കെ പുലർത്തി വരുന്ന ജീവിത നിലപാടുകൾ, നമ്മളൊക്കെ പറഞ്ഞ മുസ്ലിം സംഘടനകളാവട്ടെ മറ്റുള്ളവരാവട്ടെ, വൈദഖിൽ അവരോട് പറഞ്ഞാൽ അവർ പറയും ഞങ്ങളും വിശ്വാസികളാണ്, നിങ്ങളെക്കാൾ വലിയ വിശ്വാസികൾ ഞങ്ങളാണ്. ബിമാ ഉൻസില അലൈന വയക്ഫുറൂന ബിമാ വറാഅഹ്. അവർ കുഫ്രിയത്ത് വെക്കുന്നത്, അള്ളാഹു ഇറക്കി തന്നതിൽ വിശ്വസിക്കൂ എന്ന് ആവശ്യപ്പെട്ടാൽ അവർ പറയും ഞങ്ങൾ ഇറക്കി തന്നതിൽ ഞങ്ങൾ തന്നെ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് ഇറക്കുന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിന് പുറത്തുള്ള ഔട്ട്സൈഡ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഞങ്ങൾ തള്ളിക്കളയാണ്.
അത് അവരുടെ വശമുള്ളതിനെ ശരിവെക്കുന്ന സന്ദേശമായിരുന്നിട്ടും, അതായത് ബനി ഇസ്രായേലിന് ഇറങ്ങപ്പെട്ട വേദദർശനങ്ങളിൽ ഉള്ള വിഷയങ്ങളെ ശരിവെക്കുന്നത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ. അതിൽ വ്യത്യസ്തമായിട്ട് പുതിയൊന്നും വന്നിട്ടില്ല. എന്നിട്ട് പോലും ഞങ്ങളുടെ സബൂറും അല്ലെ ഞങ്ങളുടെ തോറയും മതി ഞങ്ങൾക്ക്, ഈ ഇഞ്ചിയിലും ഖുർആനും ഞങ്ങൾ പഠിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടാണ് അവർ വെക്കുന്നത്. അവരോട് ചോദിക്കുക, നിങ്ങൾ ഇത്ര വലിയ വിശ്വാസമാണെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കൊല്ലുന്നത്? അള്ളാഹിൻ്റെ പ്രവാചകന്മാരെ കൊല്ലുക, അതായത് അള്ളാഹുവിൻ്റെ ദൈവിക ദർശനങ്ങളെ കൊല്ലുക. ദൈവിക ദർശനങ്ങളെന്ന് പറഞ്ഞാൽ ഇഞ്ചീലിനെയും ഖുർആനെയും അവർ വിസ്മരിക്കുക. അല്ലെങ്കിൽ അതിന് മുമ്പുള്ള എത്ര പ്രവാചകന്മാരെയാണ് അവർ വധിച്ചു കളഞ്ഞിട്ടുള്ളത്. ആ വധിച്ചു കളയാന്ന് പറഞ്ഞാൽ അത്രമേൽ അവർ ക്രൂരമായിട്ടുള്ള വ്യക്തികളാണ് എന്ന് തന്നെയാണ്. വലഖദ് ജാഅകും മൂസാ ബിൽ ബയ്യിനാത്ത് ثم اتخذتم العجل من بعده وأنتم ظالمون. വളരെ കൃത്യമായൊരു തെളിവ് അതിൻ്റെ ശേഷം പറയാണ്. വ്യക്തമായ തെളിവോടെ മൂസാ അലൈഹി സ്വലാം നിങ്ങളുടെ അടുക്കൽ വന്നു. ഫുർഖാൻ അല്ലേ, ആ 40 ദിവസത്തെ യാത്ര ചരിത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് മൂസാ അലൈഹി സ്വലാം തിരിച്ചു വരുമ്പോഴത്തേക്ക് അതിൻ്റെ മുമ്പ് ചെങ്കടൽ പിളർത്തി മന്ന സെൽവ കൊടുത്തു. നമ്മളിപ്പോൾ പഠിച്ചല്ലോ ചരിത്രം. ഇതൊക്കെ ചെയ്തിട്ടും അവർ എന്ത് ചെയ്തു? പശുക്കുട്ടിയെ ദൈവമാക്കി. അതാണ് ഇവരുടെ പ്രശ്നം. എന്നിട്ടും പിന്നെയും നിങ്ങൾ അല്ലേ തഖത്തുമുൽ അജ്ല, പശുക്കുട്ടിയെ നിങ്ങൾ ദൈവമാക്കി. നിങ്ങൾ അതിക്രമം കാട്ടാണ്. നിങ്ങൾ അക്രമമല്ല കാണുക, അക്രമത്തിൻ്റെ മേലെയുള്ള അക്രമം കാണിക്കുന്ന ആളുകളാണ്. വഇദ അഖദ്നാ മീസാഖക്കും, പിന്നെയും ഇവരോട് എത്ര ഉറപ്പ് വാങ്ങിയതാണ്, എത്ര കാര്യങ്ങൾ ഇവരുമായിട്ട് വാഗ്ദാനങ്ങൾ ഉറപ്പും ഒക്കെ ഇവരോട് വാങ്ങിയിട്ടുള്ള. എത്ര ഈ മീസാഖ് എന്നുള്ള വിഷയം എത്ര വട്ടം ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തുണ്ട്? 3-4ാമത്തെ പ്രാവശ്യം നമ്മൾ ഈ സൂറത്ത് തന്നെ പറഞ്ഞു. ഇത് അഖദ്നാ മീസാഖക്കും വറഫഅനാ ഫൗഖകും തൂർ, തൂർ പർവ്വതം. അപ്പോൾ തൂർ മലയെ സാക്ഷി നിർത്തിക്കൊണ്ട് അവരോട് ഉറപ്പ് വാങ്ങിയിട്ട് സന്ദർഭം, ചരിത്ര സന്ദർഭം ഓർക്കുക. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വതിൻ വഅസ്മഉ قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين. നിങ്ങൾക്ക് മീതെ തൂർ പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് നിങ്ങളോട് നാം ഉറപ്പ് വാങ്ങി, നാം നിങ്ങൾക്ക് നൽകിയത് ശക്തമായി മുറുകെ പിടിക്കുക. എന്ന് വെച്ചാൽ ഫുർഖാൻ മുറുകെ പിടിക്കാൻ കയ്യിൽ മുറുകെ പിടിക്കുക എന്നല്ലല്ലോ, ജീവിതത്തിൽ അത് പാലിക്കുക എന്നുള്ളതാണ്. അതാണ് ആ ഉറപ്പ് വാങ്ങി. ഫൗഖകുമുത്തൂർ ഖുദൂ, നിങ്ങൾ മുറുകെ പിടിക്കുക. ആതൈനാകും ബിഖുവ്വതിൻ വസ്മഉ, ഖുവ്വത്ത് അതിശക്തമായ രീതിയിൽ. എന്നിട്ട് നിങ്ങൾ വസ്മഉ കേൾക്കുക. ഖാലു സമിഅനാ വഅസൈനാ, എന്നാൽ അവർ കേട്ടു, വാസൈന ധിക്കരിക്കുകയും ചെയ്തു. അത് ഫുർഖാൻ അവർ കേൾക്കുന്നുണ്ട്, ഇപ്പോൾ പഠിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ജീവിതത്തിൽ അത് പാലിക്കുന്നില്ല. അതന്നെ നമ്മളോടും പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ഖുർആൻ ക്ലാസ് ഇങ്ങനെ എടുക്കുക എന്നല്ലാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് പാലിക്കണം, നിങ്ങളിത് കേൾക്കുക എന്നല്ലാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പാലിക്കണം. ഇതിൽ പറയുന്ന നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ സാരം. ഇതൊക്കെ പറയുന്ന അതിന് വേണ്ടിയിട്ടാണ്. ഉശ്രിബു ഫീ ഖുലൂബിഹിമുൽ അജ്ല, അവർ കുടിപ്പിക്കപ്പെട്ടു. ബികുഫ്രിഹിം, സത്യനിഷേധം നിമിത്തമാണ് ആ പശുക്കുട്ടിനെ പിന്നെ അവരുണ്ടാക്കുന്നത്. ഖുൽ ബിഅ്സ മാ യഅ്മുറുകും ബിഹി ഈമാനുകും ഇൻ കുൻതും മുഅ്മിനീൻ. അല്ലേ, അവസാനം പറയുന്ന ഏറ്റവും രസകരമാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ കേൾക്കുകയും ധിക്കരിക്കുകയും ചെയ്തിരുന്നു. സത്യനിഷേധ നിമിത്തം പശുഭക്തി അവരുടെ മനസ്സുകളിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സമൂഹം അതുതന്നെയല്ലേ. അപ്പോൾ നിങ്ങളുടെ വിശ്വാസം നിങ്ങളോട് ആവശ്യമാണ് വളരെ ചീത്തയാണ്. അതായത് യഥാർത്ഥ തൗഹീദിന് നിരക്കാത്ത കാര്യം, അള്ളാഹുവിന് കൊടിയ പാപമായിട്ട് ഏറ്റവും വലിയ ഷിർക്കായിട്ട് വരുന്ന ഇതാണ്. ഈ ഷിർക്കിലേക്ക് അവരെത്തുന്ന, നിഷേധാത്മക മനസ്സിലെത്തുന്നത് അവരുടെ ധിക്കാരമാണ്. ആ ധിക്കാരം, ആ ഒരു ഇസ്രായേൽ സമൂഹത്തിൻ്റെ ധിക്കാരത്തെ അവരുടെ മനസ്സിൽ ഞങ്ങൾ വലിയവരാണ് എന്നുള്ള ചിന്തയാണ് അവരെ അതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. ഖുൽ ഇൻ കാനത് ലകുമുദ്ദാറുൽ ആഖിറ, അവർ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾ ദൈവത്തിങ്കൽ പരലോകരക്ഷ മറ്റാർക്കിൽ നിന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ളതാണെന്നുള്ളൊരു ഒരു വർത്താനം അവർ പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ സ്വർഗത്ത് പോകും. ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നമുക്കില്ല അങ്ങനെ ഒരു വിചാരം. നമുക്കങ്ങനെ ചിന്തല്ലേ, നമ്മുടെ മനസ്സിലും അങ്ങനെ ഒരു വിചാരം അങ്ങനെ കിടക്കുന്നില്ലേ? ആ വിചാരം നമ്മൾ ഒഴിവാക്കണം. ഏതാണ് ആ വിചാരം? ഞങ്ങൾ എന്തായാലും സ്വർഗത്ത് പോകും. ആ വിചാരം നമ്മുടെ മനസ്സിലുണ്ടാവരുത്. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുക എന്ന് മാത്രമാണ്. ദാറുൽ ആഖിറ, നമുക്ക് പരലോകത്തൊരു വീടുണ്ടാവും, ഒരു ഭവനം ഉണ്ടാവും എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്.
മറ്റ് ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങളെന്തോ വലിയ പുണ്യാത്മാക്കളാണെന്നുള്ളൊക്കെ ഒരു ചിന്ത ഉണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ മിൻ ദൂനിന്നാസ് നിങ്ങളൊരു കാര്യം ചെയ്യും, ഫതമന്നവുൽ മൗത്ത്, നിങ്ങളൊന്ന് മരിക്കാൻ കൊടുക്കും. നിങ്ങൾക്ക് മരിക്കാൻ വലിയ പേടിയല്ലേ? അതായത് ഇവർക്കൊക്കെ വലിയ പേടിയാണ്, മരണം വലിയ പേടിയാണ്. ദുനിയാവ് വിട്ടു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം മരണം, ഇപ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്കുള്ള എൻട്രി ടിക്കറ്റാണ്. ഒരു മനുഷ്യന് മരിക്കുക, ഒരു വിശ്വാസിയായ മുസ്ലിമിനെ സംബന്ധിച്ച് മരണം എന്നുള്ളത് പേടിക്കേണ്ട ഒരു സംഗതിയല്ല, പേടിയോടെ കാണേണ്ട ഒരു സംഗതിയല്ല മരണം. അള്ളാഹു ഇതുവരെ അവൻ സുജൂദിൽ വീണ് പ്രാർത്ഥിക്കുന്ന 5 വക്ത് ഓർമ്മ വെച്ച കാലം മുതൽ പ്രാർത്ഥിക്കുന്ന അവൻ ഏതൊരു അള്ളാഹുവെയാണോ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വളരെയേറെ സ്നേഹിച്ചു ജീവിക്കുന്നത്, ഏതൊരു അംബിയ മുർസലുകളുടെ പാരമ്പര്യമാണോ ആ ഒരു ലോകത്തേക്ക് ഉള്ള യാത്രയാണല്ലോ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് മരണം എന്നത് പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയല്ല, വിശ്വാസി സ്വാഗതം ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ അവസ്ഥ. പക്ഷേ ഈ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം, കാഫിറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരണം എന്നത് വളരെ പേടിക്കുന്ന ഒരു കാര്യമാണ്. വലൻ യതമന്നൗഹു അബദൻ ബിമാ ഖദ്ദമത് ഐദീഹിം വല്ലാഹു അലീമും ബിസ്സാലിമീൻ. ഒരിക്കലും അവർ അത് ആഗ്രഹിക്കൂല. ഖുർആൻ പറയുന്നത് എത്ര സത്യമാണ്. കാരണം അവർ നേരത്തെ ചെയ്ത് കൂട്ടിയ പ്രവർത്തികൾ തന്നെ. അതുകൊണ്ട് അവർ മരിക്കാൻ അവരൊരിക്കലും ആഗ്രഹിക്കൂല. അതിക്രമികളെ നന്നായി തിരിച്ചറിയുന്നവൻ അള്ളാഹു. ഇത് നമ്മളോട് നമ്മുടെ ലൈഫിലൊന്ന് നമ്മൾ വെച്ചാലോചിച്ച് നോക്കും. നമുക്കിപ്പോൾ നമ്മളിന്ന് മരിക്കണം എന്നാണ് അള്ളാൻ്റെ തീരുമാനമെങ്കിൽ, ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് ഇന്ന് രാത്രി നമ്മൾ മരണമാണെങ്കിൽ നമ്മൾ എത്രത്തോളം അതിന് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്, നമ്മുടെ അമലുകൾ എത്രയാണ്. ഇതൊരു ആത്മവിചാരണ സന്ദർഭമായിട്ട് നടത്തണേ എന്ന് പറയണം. എന്നിട്ട് നമുക്ക് തോന്നുകയാണ് അല്ല ഒരു 5 കൊല്ലൂടെ കിട്ടണം, ഒരു 10 കൊല്ലൂടെ ജീവിക്കണം എന്ന ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ, കർമ്മം നന്നാവുകയും വയസ്സ് ദീർഘിക്കുകയും ചെയ്യുന്നവൻ എന്ന് ഹദീസിൻ്റെ റിവായത്തിലുണ്ട്. അതാണ് ഏറ്റവും നല്ല ജീവിതം എന്ന്. പക്ഷേ കർമ്മം ദുഷിക്കാനാണല്ലോ. ഒരു ദിവസം അങ്ങോട്ട് കിട്ടിയാൽ കർമ്മം നല്ലത് ചെയ്യാനാണെങ്കിൽ ഇസൊക്കെ നല്ല കാര്യമാണ്. അല്ല പിന്നെയും തെറ്റുകളിലേക്ക് പോവാണ്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വിട്ടുപോവാണ് നല്ലത്. മരിക്കുന്നത് നാളെ സ്വർഗപ്രവേശനത്തിന് സാധ്യമാകുന്നത് ഹൈറായിട്ട് വരുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലാഹു അലം. വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാതിൻ വമിനല്ലദീന അശ്റകൂ യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫ സനതിൻ വമാ ഹുവ بمزحزحه من العذاب أن يعمر والله بصير بما يعملون. ജീവിതത്തോട് മറ്റാരെക്കാളും കൊതിയുള്ളവരായി നിനക്ക് അവരെ കാണാം. ആരെപ്പറ്റി? കാഫിറുകളെ പറ്റി, ബഹുദൈവ വിശ്വാസികളെക്കാളും അത്യാഗ്രഹികളായ. അപ്പോൾ ജൂതന്മാരെ പറ്റി തന്നെ പറയുന്നത്, അവർ ജൂതന്മാർ ബഹുദൈവ വിശ്വാസികളല്ല, കാഫിറുകളാണ്. 1000 കൊല്ലമെങ്കിലും ആയുസ്സുണ്ടെങ്കിൽ എന്ന് അവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. എന്നാൽ ആയുർദൈർഘ്യം ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. മാത്രമല്ല അവർ ചെയ്യുന്നതൊക്കെ സൂക്ഷ്മമായി അല്ലാതെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ബി മുസഹ്സിഹി, അവൻ അകറ്റിക്കളയുന്നത്. അതായത് അള്ളാഹു ഈ ഭൂമിയിൽ ഒരു 1000 കൊല്ലെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കും. പക്ഷേ ആയുസ് കൂട്ടിയത് കൊണ്ട് മാത്രം അള്ളാഹിൻ്റെ പിടുത്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെടൂല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യവും അള്ളാഹ് അറിയുന്നുണ്ട് എന്നാണ്. ജീവിക്കാനുള്ളൊരു കൊതി. ഇപ്പം യുഹബ്ബൂന ഖംസൻ വയംസൂന ഖംസ എന്നുള്ള ഹദീസിൻ്റെ റിവായത്തിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മൾ അറിയിച്ച കാര്യമാണ്. യുഹബ്ബൂന ഖംസൻ വയംസൂന ഖംസ. യുഹബ്ബൂനൽ ഹയാത്ത, ജീവിതത്തെ ഇഷ്ടപ്പെടുകയും ജീവിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു കാലമായിട്ട് മാറും. മരണം ആഗ്രഹിക്കാത്തൊരു ലോകം വരുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. قل من كان عدوا لجبريل فإنه نزله على قلبك. ജിബ്രീൽ അലൈഹിസ്സലാമിനെ അവർക്ക് ജിബ്രീലിനോട് വെറുപ്പുള്ളവർ, അതായത് ഇവരെല്ലാത്തിനും വെറുപ്പുള്ള ഒരു സ്വഭാവം ഇവർക്കുണ്ട്. ബിഇദ്നില്ലാഹി മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ശത്രുത പുലർത്തുകയാണെങ്കിൽ അവരാണ്, ജിബ്രീൽ എൻ്റെ മനസ്സിൽ വേദമിറക്കിയത് ദൈവനിർദ്ദേശപ്രകാരം മാത്രമാണ്. അത് മുൻവേദങ്ങളെ സത്യപ്പെടുത്തുന്നു, സത്യവിശ്വാസം സ്വീകരിക്കുന്നവർക്ക് നിർവ്വഹി നിർദ്ദേശിക്കുന്നു, സുവാർത്ത അറിയുകയും ചെയ്യുന്നു. അപ്പോൾ അത് ജൂതന്മാർക്കും ഉണ്ടായിരുന്ന ആ ഒരു കാര്യം. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാമിന് ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ എല്ലാ പ്രവാചകന്മാർക്കും വഹൈ എത്തിച്ചു കൊടുക്കുന്ന ജോലി ചെയ്തിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ ജിബ്രീലിനോടുള്ള ഒരു വെറുപ്പ് അവർ
അവർ കാണിച്ചിരുന്നു എന്നുള്ള ആ അർത്ഥത്തിലുള്ള ചില സംസാരങ്ങൾ ഉണ്ടായപ്പോൾ സാന്ദർഭികമായിട്ട് വന്ന ആയത്ത് തന്നെയാണ് ഇത്. മൻ കാന അദുവൻ ലില്ലാഹി വമലായികതിഹി വറുസുലിഹി വജിബ്രീല വമീകാല ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ. ആരെങ്കിലും അള്ളാഹിൻ്റെയും മലക്കുകളുടെയും അവൻ്റെ ദൂതന്മാരുടെയും ജിബ്രീലിൻ്റെയും മീകായിലിൻ്റെയും ശത്രുവാണെങ്കിൽ അറിയുക. ചിലർ പറഞ്ഞു ജിബ്രീലും ശിക്ഷയുടെ മലക്കാണെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവരെങ്ങനെയെങ്കിലും ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുക, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ. ഇത് മക്ക കാലഘട്ടത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല രീതിയിലും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സന്ദർഭത്തിലും ഈ ഒരു ആരോപണം അവിടെ വന്നിരുന്നു. മലക്കുകൾ അള്ളാഹിൻ്റെ പെൺമക്കളാണ് എന്ന ഒരു ധാരണ ഈ മക്കാർക്ക് ഖുറൈശികൾക്ക് പ്രത്യേകിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ പൊളിച്ചെടുക്കണം. ആരെങ്കിലും അള്ളാഹുവിൻ്റെയും മലക്കുകളെയും അവൻ്റെ ദൂതന്മാരും ജിബ്രീലും മീകാലിൻ്റെയും ശത്രുവാണെങ്കിൽ അറിയുക, നിശ്ചയം അള്ളാഹു സത്യനിഷേധികളോട് വിരോധമുള്ളവനാണ്. അദുവൻ ലക്കും എന്ന് പറഞ്ഞാൽ ലിൽ കാഫിരീൻ. അദുവൻ കാഫിറുകൾക്കെതിരെ വിരോധമുള്ളവനായിട്ട് അള്ളാഹു മാറിയിട്ടുണ്ടെന്ന്. അപ്പോൾ അള്ളാഹുവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ റെസ്പെക്റ്റ് ചെയ്യുക, അതോടൊപ്പം മലക്കുകളെയും പ്രവാചകന്മാരെയൊക്കെ ആദരിക്കുക എന്നുള്ള ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലി എന്നാണ്. പ്രവാചകന്മാരെല്ലാവരും ഉൾക്കൊള്ളാനും ഒരു മനുഷ്യന് സാധിക്കാത്തടത്തോളം അള്ളാഹു ആ വ്യക്തിയുടെ ശത്രുവായിട്ട് മാറുന്നു എന്നുള്ളതാണ്. وَلَقَدْ أَنزَلْنَا إِلَيْكَ آيَاتٍ بَيِّنَاتٍ وَمَا يَكْفُرُ بِهَا إِلَّا الْفَاسِقُونَ. ഉറപ്പായും നാം വ്യക്തമായ വചനങ്ങളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, കുറ്റവാളികളല്ലാതെ അതിനെ തള്ളികളില്ല. അപ്പോൾ യക്ഫുറു ബിഹ ഇല്ലൽ ഫാസിഖുൻ. ഫാസിഖ് എന്ന് പറഞ്ഞാൽ അക്രമകാരികളായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇതിനെ നിഷേധിക്കുക, അള്ളാഹുവിൻ്റെ ആയാത്തിനെ. കാത്തേന ഇലേക്ക് ആയാത്തിൻ ബയ്യിനാത്ത്, വ്യക്തമായ, സൂറത്തുൽ ബയ്യിന ഓർക്കുന്നുണ്ടാവും. ബയ്യിനാത്ത് ഏറ്റവും വ്യക്തമായ വചനങ്ങൾ അവതരിച്ചു കഴിഞ്ഞിട്ടും ഇതിനെ നിഷേധിക്കുന്ന ഈ നിഷേധാത്മക സത്യനിഷേധികളുണ്ടല്ലോ, അവർ വലിയ കുറ്റവാളികളായിരിക്കും, അവരാണത് തള്ളിക്കളയുക. أَوَكُلَّمَا عَاهَدُوا أَحْدًا نَبَذَهُ فَرِيقٌ مِّنْهُمْ بَلْ أَكْثَرُهُمْ لَا يُؤْمِنُونَ. അവരേതൊരു കരാറിൽ ഏർപ്പെട്ടാലും അവരിൽ ഭാഗം അതിനെ തള്ളിക്കളയുകയാണോ? അല്ല, അവരിലേറെ പേരും അത് സത്യനിഷേധികളാണ്. അപ്പോൾ ഇവർ അള്ളാഹുവുമായിട്ടുള്ള ഒരു കരാറുണ്ട്, ഇവർ ഒരുപാട് കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇസ്രായേൽ സമൂഹത്തിൻ്റെ വിഷയമായാലും പിന്നെ ഈസാ അലൈഹി സ്വലാമിൻ്റെ സമൂഹമായാലും അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാഫിറുകളുടെ മുസ്ലിങ്ങളുടെ അവസ്ഥയ്ക്ക് എടുത്താലും അള്ളാഹുവിനെ ഇവർ കോമൺ ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ അള്ളാഹുവിന് എന്ത് ചെയ്തിട്ടുണ്ട്? വിശ്വസിച്ചിട്ടുണ്ട്. വിശ്വാസം അള്ളാഹ് ഉണ്ട് എന്നുള്ള വിശ്വാസം അവർക്കൊക്കെ അറിയാം. എന്നിട്ട് അള്ളാഹു ഉണ്ട് നിലനിൽക്കുക തന്നെയാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? വേദങ്ങളെ തള്ളിക്കളഞ്ഞത്. അള്ളാഹു ഉണ്ട് എന്ന ബോധം ഉള്ളതോടൊപ്പം തന്നെയാണ് അവർ പ്രവാചകന്മാരെ കൊന്നിട്ടുള്ളത്. അള്ളാഹു ഉണ്ട് എന്ന ബോധത്തോടു കൂടി തന്നെയാണ് കഅബ ഷരീഫിൽ ഇത്രയോളം വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിലുണ്ട്. എന്നിട്ടും അവരെന്ത് ചെയ്യുന്നു? അവർ തള്ളിക്കളയുന്നു. ഇനി വലമ്മാ ജാഅഹും റസൂലും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും നബദ ഫരീഖും മിനല്ലദീന ഊതുൽ കിതാബ കിതാബല്ലാഹി വറാഅ ളുഹൂരിഹിം കഅന്നഹും ലാ യഅലമൂൻ. ഒരു ദൈവദൂതൻ അവരുടെ അടുത്ത് വന്നെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം അവരുടെ വശമുള്ളതിനെ സത്യപ്പെടുത്തുന്നവനായിരുന്നു. എന്നിട്ടും വേദം കിട്ടിയ ഒരു കൂട്ടർ ആ ദൈവിക ഗ്രന്ഥത്തെ പിന്നോട്ട് വലിച്ചെറിഞ്ഞു, അവർക്കൊന്നും അറിയാത്ത പോലെ. എന്ന് വെച്ചാൽ ഇപ്പം ഈസാ അലൈഹി സ്വലാമിൻ്റെ കാര്യം പറയുന്നത്, ഈസാ അലൈഹി സ്വലാമിനെ സംബന്ധിച്ചിടത്തോളം റസൂലായിട്ട് വേദദർശനമായിട്ട് ഇഞ്ചീൽ വന്നപ്പോൾ ജൂതന്മാർ ചെയ്ത പണി എന്താ? അവരതിനെ തള്ളിക്കളഞ്ഞു. ഇതേ പണി തന്നെയാണ് ഇസ്രായേൽ. ഇത് 2 തലമുറ ചരിത്രം പഠിക്കുന്ന ഈ സംഭവം ഇസ്രായേൽ മാത്രമല്ല, അവിടുത്തെ ഈസാ അലൈഹി സ്വലാമിൻ്റെ ക്രൈസ്തവ ലോകവും എന്ത് ചെയ്യണം? ഈ പണി തന്നെ ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അവർ ഇതിനെ തള്ളിക്കളഞ്ഞു എന്നാണ്. ഇത് കൊള്ളാൻ പോയില്ല. മറ്റുള്ളവർ ജൂതന്മാർ പക്ക തള്ളിക്കളഞ്ഞു. ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഭാഷയിലല്ല, അവരുടെ നാട്ടുകാരനല്ല, അറബിയാണ്. ഇവർ സംസാരിക്കുന്നത് ഹീബ്രു ആണ്. അപ്പോൾ ഇത് ലോകത്ത് റഹ്മത്തുൽ ആലമീനായിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അതിനെ തള്ളിക്കളയാം. അത് അവർ ചെയ്തൊരു പണിയാണ്. അത് മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചിയിൽ വന്ന സന്ദർഭം ഈസാ അലൈഹി സ്വലാമിനെ തള്ളിക്കളഞ്ഞു. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ വന്നിട്ടുള്ള ഫുർഖാൻ്റെ കാര്യം തന്നെ, അവർക്ക് മൂസ അലൈഹി സ്വലാമിന് അവതരിക്കപ്പെട്ട വേദഗ്രന്ഥം തൗറായുടെ വിഷയം തന്നെ എടുക്കുകയാണെങ്കിൽ ആ തൗറാത്തിലെ നല്ല ചില ഭാഗങ്ങളെടുത്ത് അവരെന്ത് ചെയ്യും? അവർക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ എടുക്കും. അവർക്ക് പറ്റാത്ത വിഷയങ്ങളങ്ങ് മാറ്റിമറിക്കുക. അവർ അള്ളാഹിൻ്റെ നിയമത്തെ അവർ മാറ്റിമറിച്ചു എന്നുള്ളതാണ് ചരിത്രത്തിൽ അവർ ചെയ്ത
കാര്യം. അതോടൊപ്പം കൊടും ക്രൂരരായി വിശ്വാസപരമായ ബാധ്യതകളൊക്കെ നിർവഹിക്കാതെ മാതാപിതാക്കളുള്ള പെരുമാറ്റത്തിലാവട്ടെ, അല്ലെങ്കിൽ അതുപോലെയുള്ള വിഷയങ്ങൾ, സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ, മിസ്കീൻ്റെ കാര്യത്തിൽ, അഗതികളുടെ കാര്യത്തിൽ, യത്തീമിൻ്റെ കാര്യത്തിൽ ഇതൊന്നും അവർ ചെയ്യാതെ അവർ വെറും ധിക്കാരികളായൊരു ജനതയായിരുന്നു എന്ന് സമർത്ഥിക്കുക തന്നെയാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അള്ളാഹിൻ്റെ വേദഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ട്, വിശുദ്ധ ഖുർആൻ. ഇതനുസരിച്ച് കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക എന്ന സന്ദേശമാണ് ഇതുവരെയുള്ള 101-ാമത്തെ ആയത്ത് വരെ ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഇവർ ചെയ്ത ചരിത്രപരമായ ഒരു വിഡ്ഢിത്തം, അവർ ചെയ്തിട്ടുള്ള അള്ളാഹുവിൻ്റെ കോപത്തിന്, അള്ളാഹുവിൻ്റെ വെറുപ്പ് സമ്പാദിക്കാൻ ബനീ ഇസ്രായേൽ മക്കളെ അതിന് വെറുപ്പിന് കാരണമാക്കിയത് ഈ ഒരു നിഷേധാത്മക സ്വഭാവമാണ്. പ്രവാചകന്മാരെ അന്യായമായിട്ട് വധിച്ചു കളയുക, വേദഗ്രന്ഥങ്ങളെ തള്ളിപ്പറയുക, ഉള്ള വേദഗ്രന്ഥം തിരുത്തുക, എന്നിട്ട് അവരുടെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കാതിരിക്കുക, യുദ്ധ നിയമങ്ങൾ പാലിക്കാതിരിക്കുക, യുദ്ധ നിയമങ്ങളിൽ തന്നെ അവരുടെ തന്നെ ഗോത്രങ്ങൾ പരസ്പരം കുറ്റകരമായ രീതിയിൽ പരസ്പരം തമ്മിത്തല്ലുണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ രക്തം ചിന്തുക. അങ്ങനെ ക്രൂരന്മാരായിട്ട് ധിക്കാരികളായൊരു ജനസമൂഹമായിട്ട് ലോകത്തിനും ഇന്നും അതിന് എന്ത് നല്ല ഉദാഹരണമാണ് പ്രിയമുള്ളവർ ഇന്നിപ്പോൾ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്രൂരതയ്ക്ക് അള്ളാഹു കൃത്യമായിട്ടെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. എണ്ണി അവർക്ക് ശിക്ഷ ലഭിക്കുന്നതാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. അള്ളാഹുവെ ഇത് കബൂൽ ചെയ്യണേ, സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.